ഏവർക്കും ഈവനിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് വിപണി നല്ല നേട്ടത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് ബാങ്ക് നിഫ്റ്റി നല്ല നേട്ടത്തിലാണ് എന്ന്. പ്രത്യേകിച്ച് ധാരാളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. RBI ഇനിയും ഒരു റേറ്റ് കട്ടിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിപണിയെ വളരെ പോസിറ്റീവായി തന്നെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി 23,800 മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി 50യിലെ പ്രധാനപ്പെട്ട ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡിഗോ, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഭാരതി എയർടെൽ, ഐഷർ എന്നിവയാണ് നല്ല നേട്ടമുണ്ടാക്കിയത്. വിപ്രോ ടോപ്പ് ലൂസറായി മാറി 4% ഇടിഞ്ഞു. മിനിഞ്ഞാന്ന് പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ജെൻസോൾ എഞ്ചിനീയറിംഗ് ഇന്നും ഇടിയുകയുണ്ടായി. ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കമ്പനിയെ സംബന്ധിച്ചുണ്ടായിരുന്നു. ലോവർ സർക്യൂട്ടിലായിരുന്നു. 5% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഇനി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റുകളുടെ ഒരു സിറ്റുവേഷൻ ഒന്ന് നോക്കിയാൽ ഡൗ ജോൺസ് 0.78% ഇടിവിലാണ്. S&P 500 0.77% നേട്ടത്തിലും നാസ്ഡാക്ക് 0.21% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ FTSE ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. CAC 0.61% ഇടിവിലും ഡാക്സ് 0.50% ഇടിവിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇന്ത്യൻ വിപണിയെ പ്രധാനമായും സപ്പോർട്ട് ചെയ്തത് മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളുടെ പെർഫോമൻസ് തന്നെയായിരുന്നു. എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ഇന്ന് നന്നായി തന്നെ പെർഫോം ചെയ്തു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.33% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. സിംഗപ്പൂർ മാർക്കറ്റ് 1.56% നേട്ടത്തിലും, ഹോങ്കോങ് മാർക്കറ്റ് 1.58% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.93% നേട്ടത്തിൽ, ജക്കാർത്ത കോമ്പോസിറ്റ് 0.59% നേട്ടത്തിൽ, ചൈനീസ് മാർക്കറ്റ് ഷാങ്കായ് കോമ്പോസിറ്റ് 0.13% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് മാത്രമാണ് 0.67% നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇന്നത്തെ റാലിക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിതാ ഇവിടെ പുതിയൊരു ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതിന് മുന്നേ ആയി തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. പ്രൈസ് ആക്ഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇതിലുണ്ടായിരിക്കുക. ട്രേഡിംഗ്, ഇക്വിറ്റീസിലുള്ള ട്രേഡിംഗ്, കൂടാതെ ട്രേഡിംഗ് സൈക്കോളജി, ടെക്നിക്കൽ അനാലിസിസ്, കൂടാതെ ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, പ്ലാറ്റ്ഫോം, അതായത് പ്രത്യേകിച്ചും ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം നമ്മൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കൂടാതെ ടൂൾസ്, ടെക്നിക്സ് എന്നിങ്ങനെയുള്ള ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചുള്ള ധാരാളം കാര്യങ്ങളും ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ കൂടിയായിരിക്കും. വീക്ക്ലി 2-3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്നത്തെ നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും കുതിപ്പിന് കാരണം എന്താണെന്ന് നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയിലെ റാലി തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ബാങ്ക് നിഫ്റ്റി ഇന്ന് 2.2% ഉയർന്നത്. HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ് ഇന്ന് നന്നായി പെർഫോം ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പറഞ്ഞിരുന്നതാണ്, ഒരുപക്ഷെ RBI ഇനിയും ഒരു റേറ്റ് കട്ടിലേക്ക് പോയാൽ അത് കൂടുതലായി ഗുണം ചെയ്യുക ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയായിരിക്കും. കൂടാതെ FISന്റെ കണ്ടിന്യൂസ് ബൈയിങ് ആണ് നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നുണ്ടായിരുന്നത്. ഇന്നും FIS ബൈയിങ്ങിൽ തന്നെയായിരുന്നു. 4,667 കോടി രൂപയ്ക്കാണ് അവർ ഇന്ന് ബൈ ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതി 6,066 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നലെ 3,936 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 3 ദിവസവും കൺസിസ്റ്റന്റ് ബൈയിങ്ങിലാണ് എന്നത് വളരെയേറെ പോസിറ്റീവാണ്. FIS ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ കറൻ്റ്ലി US മാർക്കറ്റും അതുപോലെ ചൈനീസ് മാർക്കറ്റും എല്ലാം വീക്കായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിനാരിയോ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു താരിഫ് വാറുമായി ബന്ധപ്പെട്ടിട്ട് FIS ഇപ്പോൾ US-ലേക്കും ചൈനയിലേക്കും പോകാതെ പകരം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ FIS ബൈയിങ് മോഡിലേക്ക് ഇന്ത്യയിൽ വന്നത്. കൂടാതെ ഡോളർ കൂടുതൽ വീക്കാവുന്നത് ഇന്ത്യൻ വിപണികൾ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകൾക്ക് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നാലാമത്തെ കാരണം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ US താരിഫ് എക്സംഷൻ, അത് ഇന്ത്യയെ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകൾക്ക് വളരെ പോസിറ്റീവ് തന്നെയാണ്. കൂടാതെ ചൈനയ്ക്ക് 245% താരിഫ് ചുമത്തിയത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വളരെയേറെ പോസിറ്റീവാണ്. ഇതുകൂടാതെ ക്രൂഡ് പ്രൈസുകളിലുണ്ടായ ഒരു ഇടിവ്, അതും ഒത്തിരിയേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതും ഇന്ത്യൻ വിപണിക്ക് വളരെയേറെ പോസിറ്റീവാണ്. കാരണം ക്രൂഡ് പ്രൈസ് കുറയുന്നത്
അത് ഇന്ത്യൻ വിപണിക്ക് വളരെയേറെ പോസിറ്റീവാണ്. ഇന്ത്യക്ക് വേണ്ടുന്ന മെജോറിറ്റി ആയിട്ടുള്ള ക്രൂഡ് ഇറക്കുമതി ചെയ്യുകയാണ്. കുറഞ്ഞ വിലയ്ക്ക് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പോസിറ്റീവാണ് എന്ന് തന്നെ പറയുന്നത്. ഇന്ന് ഇന്ത്യൻ വിപണിയിൽ ഒരു റാലി ഉണ്ടാവാൻ കാരണമുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.